നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു പേപ്പർ എടുക്കാനുണ്ടോ? എങ്കിൽ ഇതുപോലെ ഒരു പിൻട്രസ്റ്റ് വൈബുള്ളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മുടെ ഈ എടുത്ത പേപ്പറിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ഈ പേപ്പറിൽ മാർക്ക് ചെയ്ത അളവിൽ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു വശം 5 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഈ 5 സെൻറ്റിമീറ്റർ വീതമുള്ള ഓരോ ചതുരത്തിലും കോണോട് കോൺ ചേർത്ത് ഓരോ വര, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാവുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഈ ഓരോ കോണോട് കോണുള്ള വരയിൽ കൂടി നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇടതുവശത്തെ മൂലയിൽ നിന്നും വലതുവശത്തേക്കും, വലതുവശത്തെ മൂലയിൽ നിന്നും ഇടതുവശത്തേക്കും. ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉള്ള 2 വശങ്ങൾ നമ്മൾ കാണിച്ചായിരുന്നു. അത് നമുക്ക് 3 തന്നെ വേണമെന്ന് നിർബന്ധമില്ല. 1.5 2 മതിയാവും. കാരണം അത് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാനുള്ളതാണ്. എല്ലാ വശവും മടക്കിയതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെയുള്ള മടക്കുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വെട്ടി കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെട്ടാൻ പറയുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ വെട്ടിയ സൈഡെല്ലാം നമുക്കിതുപോലെ പിന്നെയും മടക്കി കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ വരയ്ക്കാനും വരച്ച ഭാഗത്ത് മടക്കാനും മാത്രമാണ് ഇതിൻ്റെ അകത്ത് പണിയായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായി. ഇനി നമുക്ക് കൂട്ടി വെട്ടിയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണേ.